salty. ഉപ്പിനോട് ചേർന്നിരിക്കുന്നത് എന്തായാലും തടിയാണെങ്കിലും ഉപ്പ് കല്ലാണെന്നുവരെങ്കിലും ഭക്ഷണ പദാർത്ഥങ്ങളാണെങ്കിലും അതിലെല്ലാം ഉപ്പ് കലരുന്നത് നമുക്ക് കാണുവാൻ കഴിയും. Even if a salt or any food particles near to a salt, it becomes salty. അതിന്റെ അർത്ഥം അതിനോട് ഉപ്പിനോട് ചേർന്നിരിക്കുന്നതിലേക്ക് ഉപ്പിന്റെ രസം കടന്നു ചെല്ലും. So the flavor of the salt will be towards this particle. ദൈവസഭയോടുള്ള ബന്ധത്തിൽ ഇവിടെയുള്ള ദൈവജനത്തിന്റെ ഉത്തരവാദിത്വം അവിടെയാണ് വെളിപ്പെടുന്നത്. So that is what the responsibility of the believers of this church. നിങ്ങൾ ഇടപെടുന്നവരിലേക്ക് നിങ്ങളുടെ ക്രിസ്തുവിന്റെ സ്നേഹം കടന്നു ചെല്ലുവാൻ ഇടവരണം. So whenever you befriend any person, the love of Jesus should go towards that person. നിങ്ങൾ ആരോട് ഇടപെട്ടാലും നിങ്ങൾ ദേശത്തിന്റെ ഉപ്പായതുകൊണ്ട് നിങ്ങളുടെ ആ ഉപ്പ് രസം അവരിലേക്ക് കടത്തുവാൻ നിങ്ങൾക്ക് ഇടയാകണം. So since you are the salt of the land, the salt which is in you must get into that person. നിങ്ങൾ കർത്താവായ യേശുക്രിസ്തുവിന്റെ സ്നേഹത്താൽ പിടിക്കപ്പെട്ടവരാണെന്ന് വരിക. ആ യേശുവിന്റെ സ്നേഹം അവരിലേക്ക് കടത്തുവാൻ അവരിലേക്ക് പകർത്തുവാൻ നിങ്ങൾക്ക് ഇടയാകണം. So if you are filled with the love of Christ, that love of Christ should be transformed into that person. നിങ്ങളുടെ വാക്കുകളിൽ കൂടെ യേശുവിന്റെ സ്നേഹം വെളിപ്പെടണം. The love of Christ should be manifested through your words. നിങ്ങളുടെ പ്രവൃത്തിയിൽ കൂടെ യേശുവിന്റെ സ്നേഹം ഈ ദേശത്തുള്ളവർ അറിയണം. Through your words, the love of Christ should be known to the people around you. ഇവിടെ ഇങ്ങനെ ഒരു കൂട്ടായ്മ ഉണ്ട് എന്ന് ജനം മനസ്സിലാക്കേണ്ടത് നിങ്ങൾ അവരെ വിളിച്ചുകൂടെ കൊണ്ടിരിക്കുകയല്ല, അത് അറിഞ്ഞ് ഇവിടേക്ക് വരുവാൻ താല്പര്യപ്പെട്ട് ജനം കടന്നു വരണം. The people should realize the love of Christ in you and they should come into the church by themselves. അതിന് നിങ്ങളുടെ സ്നേഹവും നിങ്ങളുടെ പ്രവൃത്തിയും നിങ്ങളുടെ വാക്കുകളും അതിന് കാരണമായിരിക്കണം. So your love, your words should be responsible.